ഹലോ ഗൈസ്, ഇവിടെ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങൾ ഒരാളെ മനസ്സിൽ ചിന്തിച്ചതിന് ശേഷം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മുഖമോ ആ വ്യക്തിയുടെ പേരോ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചിന്തകളോ നിങ്ങൾ ചിന്തിച്ചതിന് ശേഷം ഇതിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായ ഒരു ഫയൽ സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതായത് ഏതെങ്കിലും ഒരു വ്യക്തി, നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മുഖം മനസ്സിൽ ചിന്തിച്ചതിന് ശേഷം ഇതിൽ നിന്നും ഒരു ഫയൽ സെലക്ട് ചെയ്യുക. ആ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 2 ഫയൽ വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചതിന് ശേഷം ഒരു 3 തവണ ശ്വാസം വലിച്ചു വിട്ടതിന് ശേഷം ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആവുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഡോള് അല്ലെങ്കിൽ ഒരു ഫയൽ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനനുസരിച്ചായിരിക്കും റീഡിങ് പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ ഫയൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. അതായത് ഈ ഒരു ഫയൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. ഒന്നാമത്തെ ഫയൽ, ഈ ഒരു ഫയൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ഫയൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. ഇതിൻ്റെ തൊപ്പി ഇടയ്ക്കിടയ്ക്കിടയിൽ പോകും. ഓക്കെ, നോക്കാം. ഓക്കെ, ഓക്കെ, അപ്പം നമ്മൾക്ക് നോക്കാം, നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിച്ചത് ആ ഒരു വ്യക്തിയുടെ ഫസ്റ്റ് ഫയൽ. ഈ ഒരു വ്യക്തി നിങ്ങൾക്കാരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റിംഗ് പീരീഡാണ്. ഈ ഒരു വ്യക്തി നിങ്ങൾക്കൊരു പ്രോബ്ലംസ്, അതായത് നിങ്ങൾക്കൊരു പ്രശ്നം വന്ന് നിന്ന സമയത്ത് നിങ്ങൾക്കൊരു കൈത്താങ്ങായിട്ട് വന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങൾക്കൊരു ഹെൽപ്പ്, നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഹെൽപ്പ് ഒരു സമയത്ത് ചെയ്തൊരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ വ്യക്തി നിങ്ങൾക്ക് ഒരുപാട് മെമ്മറീസും ഈ വ്യക്തി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ചെയ്ത് തന്നിട്ടുണ്ട്. ബട്ട് ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുകയോ അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ വ്യക്തി നിങ്ങളുടെ കഴിവുകളും അതുപോലെ തന്നെ എന്താ പറയുക, നിങ്ങളുടെ ഇന്നറായിട്ടുള്ള സ്പിരിച്വൽ പരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് കാണിച്ചു തന്നതും നിങ്ങൾക്ക് പറഞ്ഞു തന്നതും ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ്, നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു പുതിയ ലൂപ്പിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ വ്യക്തി അതിന് വേണ്ടിയിട്ടായിരിക്കണം, ഒരു ട്രാൻസ്ഫർമേഷന് വേണ്ടിയിട്ടായിരിക്കണം ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വന്നത്. ഒരു ചേഞ്ച് ആക്കാൻ വേണ്ടി ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്നവരെ നിങ്ങൾക്കൊരു ക്യാരക്ടറും, ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഈ വ്യക്തി പോയതിന് ശേഷം നിങ്ങളുടെ ക്യാരക്ടറിലും നിങ്ങളുടെ സ്വഭാവത്തിലും നിങ്ങളുടെ ചിന്തകളിലും ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഈ വ്യക്തി നിങ്ങളെ ഒരുപാട് ലോകം കാണാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ വ്യക്തി നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പല സിറ്റുവേഷനിലും പല ആൾക്കാർ വഴിയും പല ഇൻസിഡൻറ്റ് വഴിയും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇന്ന് ഇപ്പോൾ ഈ ഒരു വ്യക്തി മേ ബി വേറൊരു ലൂപ്പിലായിരിക്കണം നിൽക്കുന്നത്. ലൂപ്പ് എന്ന് പറയുമ്പോൾ വേറൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ വേറൊരു കരിയർ പാത്ത് അല്ലെങ്കിൽ വേറൊരു ആ വ്യക്തിയുടെ ആഗ്രഹപ്രകാരമുള്ള ഒരു ജോലിയോ കരിയറോ ഫിനാൻസോ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യത്തിലായിരിക്കണം ഇപ്പോൾ ആ വ്യക്തി നിൽക്കുന്നത്. ഈ വ്യക്തിക്ക് അറിയാം നിങ്ങൾക്ക് പെയിനുണ്ട്, നിങ്ങൾക്ക് വിഷമമുണ്ട്, നിങ്ങളൊരു ഒറ്റപ്പെട്ട സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും ഈ വ്യക്തി വഴി നിങ്ങൾക്ക് ഒരുപാട് ഹാർട്ട് ചക്ര ബ്ലോക്കായി കാണും. ഡിവൈനായിട്ട് ഒരുപാട് നെഗറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിൽ തന്ന് കാണും.
പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് സോളിനുപരി നിങ്ങൾക്കൊരു മനസ്സ് ഒരു എന്താ പറയുക, പെട്ടെന്നൊരു സാധനം നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പെയിനുണ്ട്, ഒരു വിഷമം, അത് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് പെട്ടെന്ന്. ഈ ഒരു വ്യക്തി കാരണം അത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. ഈ വ്യക്തി നിങ്ങൾക്ക് മറ്റാരേക്കാളും ഭയങ്കരമായിട്ടും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. കാരണം കാർമിക്കോ ടിൻ ഫ്ലെയിമോ അങ്ങനെയൊക്കെ സോൾമേറ്റോ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. നിങ്ങളുടെ പഴയ കാർമിക്ക്, നിങ്ങളുടെ പഴയ റിലേഷൻഷിപ്പിൽ എബോട്ടുള്ള കുറേയധികം കാര്യങ്ങൾ, നിങ്ങളുടെ പഴയ മെമ്മറീസ്, ഇതിനെല്ലാം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിച്ച ഒരു വ്യക്തിയും കൂടെ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങൾക്ക് മേ ബി ചെറുതിലേതെങ്കിലും ട്രോമാസ് ഉണ്ടായിക്കാണും, നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടായിക്കാണും, ഹിഡൻ ആയിട്ടുള്ള ട്രൂത്തുകൾ ഉണ്ടായിരിക്കും. ഇതൊക്കെ പല ആൾക്കാർ വഴിയും പല സിറ്റുവേഷൻ വഴിയും നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ കാരണവും ഈ ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ വ്യക്തിക്കായിരിക്കണം നിങ്ങളെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയുക. ഈ വ്യക്തിക്കായിരിക്കണം നിങ്ങൾ എന്താണ്, നിങ്ങളുടെ ക്യാരക്ടർ എന്താണ്, നിങ്ങളുടെ സ്വഭാവം എന്താണ്, നിങ്ങൾ എത്രത്തോളം ഇമോഷണലാവും, നിങ്ങൾ എത്രത്തോളം ഡൗൺ ആവും, നിങ്ങൾ ആരാണ് എന്നുള്ളത് ഏറ്റവും കൂടുതൽ അറിയാമെന്നുള്ളൊരു വ്യക്തി ഈ വ്യക്തി ആയിരിക്കണം കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച്. കാരണങ്ങളുണ്ട് നിങ്ങൾ ഒറ്റപ്പെടുത്താനും അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെടാനും ഉള്ള കുറേയധികം കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഡിവൈനായിട്ട് കൊണ്ട് തന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ഉള്ളിൽ ഒരുപാട് ഇഷ്ടം നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ബട്ട് അത് ആ വ്യക്തിക്കും അറിയാൻ പറ്റുന്നില്ല, അത് നിങ്ങളായിട്ട് പുറമേ കാണിക്കുന്നും ഇല്ല. നിങ്ങളുടെ ഈഗോ അല്ലെങ്കിൽ നിങ്ങളുടെ പൊസസീവ്നെസ് അതിന് താല്പര്യപ്പെടുന്നതും ഇല്ല. മേ ബി നിങ്ങൾ തമ്മിൽ കണക്ഷൻ ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കണക്ഷൻ ആവരുത് എന്ന് ചിന്തിക്കുന്ന എന്തൊക്കെയോ സംഭവങ്ങൾ, എന്തൊക്കെയോ നെഗറ്റിവിറ്റീസ്, എന്തൊക്കെയോ പ്രോബ്ലംസ് ചില സിറ്റുവേഷൻസ് ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ചില ആൾക്കാരെ സംബന്ധിച്ച് എന്താ പറയുക, ഇമോഷണലി ഡൗൺ ആണ്. കാരണം കാർഡ് സ്ക്രീൻ കാണിക്കും പോലെ, സിനിമ കാണിക്കും പോലെ ഫുൾ കാണിച്ചു തരുന്നുണ്ട്. കാരണം ഒരു സിനിമ കാണാൻ പറ്റുന്നതാണെങ്കിൽ എനിക്ക് ഫുൾ കാണാൻ പറ്റുന്നുണ്ട്. കാരണം അത്രത്തോളം ഇമോഷണലി ഡൗൺ ആണ്, അത്രത്തോളം എന്താ പറയുക പെയിൻഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, കരഞ്ഞ് മടുത്ത് ഒരു ഡൗൺ ഫെയിലിയർ സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. എങ്കിൽ പോലും ഇപ്പം കാത്തിരിപ്പിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഡൗണിൻ്റെ ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരുപാട് വിഷമിക്കുന്നുണ്ട്, ഒരു എനർജി ഇല്ലാത്തൊരു സിറ്റുവേഷൻ, ആഹാരം ഇറങ്ങുന്നില്ല, അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ. ഈ വ്യക്തി തന്നെയായിരിക്കണം നിങ്ങളുടെ ലോകം, അല്ലെങ്കിൽ ഈ വ്യക്തി തന്നെയായിരിക്കണം നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻസ് തരുന്നത്. നിങ്ങൾക്ക് എന്ത് സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാലും, എത്ര പ്രോബ്ലംസ് ഉണ്ടായിക്കഴിഞ്ഞാലും ഈ വ്യക്തിയുടെ അടുത്ത് പോയിരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റിയും സക്സസ് ഉണ്ടായിരുന്നു. ബട്ട് നൗ ഒരു വല്ലാത്ത സിറ്റുവേഷനാണ്. യെസ്, കൂടുതൽ അധികം പേർക്കും ഇത് നിങ്ങളുടെ കാർമിക്കായിട്ടാണ് കാണാൻ പറ്റുന്നത്. കാർമിക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളെ സംബന്ധിച്ച് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്, നിങ്ങളെക്കാളും ഏജ് ഡിഫറൻസ് ആയിരിക്കണം, നിങ്ങളെക്കാളും ടോട്ടൽ 2 ക്യാരക്ടർ, ഒരാൾ ഫയർ എനർജി ആണെന്നുണ്ടെങ്കിൽ ഒരാൾ വാട്ടർ സൈൻ ആണ്. അപ്പം 2 പേരും ചേരാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പാടാണ്. പക്ഷേ ഇത് നിങ്ങളുടെ കാർമിക്കാണ്, ഇത് നിങ്ങൾ കാണുന്നുണ്ടോ? അതായത് നിങ്ങളുടെ കയ്യിൽ നിന്നും കാർമിക്കായിട്ടുള്ള എനർജി ലോസാക്കി തരണം. 2 പേരും തമ്മിൽ കണ്ടുമുട്ടിയത് കാർമിക്ക് റിലീസാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മളെ ലൈഫിൽ ചിന്തിക്കും, നമ്മുടെ ലൈഫിൽ വരുന്ന ഓരോരുത്തരും ടിൻ ഫ്ലെയിം ആണ്, സോൾമേറ്റ് ആണ്, അന്നൊക്കെ പാസ്റ്റ് ലൈഫ് ആണെന്ന് ചിന്തിച്ചാൽ പോലും ഒരു ടൈം ആകുമ്പോൾ ഇത് കാർമിക്കിൻ്റെ പ്രത്യേകതയെ അതാണ്. ഒരു ടൈം ആകുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഒരുപാട് പെയിനും കാര്യങ്ങളും തന്ന് നമ്മുടെ ലൈഫിൽ നിന്ന് പോകുന്ന സമയത്ത് മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ആ വ്യക്തിയുടെ റിയാലിറ്റി, ആ വ്യക്തി എന്താണ്, ആ വ്യക്തിയുടെ ക്യാരക്ടർ എന്താണ്, ആ വ്യക്തിയുടെ സ്വഭാവം എന്താണ്, ആ വ്യക്തിയുടെ ജെനുവിൻ എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അവസാനത്തെ ആ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഡയറക്റ്റ് കണക്റ്റഡ് ആവത്തുള്ളൂ. ആ വ്യക്തി എന്തായിരുന്നു, ഏതായിരുന്നു എന്നൊക്കെ നമുക്ക് കണക്റ്റഡ് ആവത്തുള്ളൂ. ഇവിടെ മേജർലി കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു വ്യക്തി എന്താ പറയുക, അടുത്ത നിങ്ങളുടെ ലെവലിലോട്ട് കൊണ്ടെത്തിക്കുക എന്നുള്ളൊരു പർപ്പസ്. നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായിരിക്കും, എല്ലാവർക്കും അടുത്തൊരു സ്റ്റേജ് ഉണ്ടായിരിക്കും. ആ ഒരു സ്റ്റേജിലോട്ട് നമ്മളെ കൊണ്ടെത്തിക്കുക എന്ന് പറയുന്നത് ഡിവൈനായിട്ട് ചെയ്യുന്ന പ്രോഗ്രാമാണ്. പക്ഷെ ആ ഡിവൈൻ നമ്മളെ ഉള്ളിൽ കയറിയിട്ട് മാത്രമേ ആ പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ.
ഇപ്പം നമുക്കറിയാം എല്ലാവർക്കും നല്ല സമയം ഉണ്ടാകും, എല്ലാവർക്കും ചീത്ത സമയം ഉണ്ടാകും. ചീത്ത സമയത്ത് നെഗറ്റിവിറ്റീസ് ആയിരിക്കും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത്. നല്ല സമയമാവുന്ന സമയത്ത് എല്ലാവരുടെ ഉള്ളിൽ ഒരു ദൈവം കയറും. ആ ദൈവം കയറിയിട്ടായിരിക്കും എല്ലാവർക്കും ഒരു സക്സസ് കൊടുക്കുന്നത്. അത് എല്ലാവരുടെ ലൈഫിലും ഒരു സമയത്ത് സക്സസ് ഉണ്ടാവും. അപ്പം ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് ഇപ്പം ഇവൻ ഏത് എനർജി ആണെങ്കിൽ പോലും എനിക്കിവിടെ കിട്ടുന്നുണ്ട്. ഇറ്റ്സ് എ പ്യുവർ ആയിട്ടുള്ളൊരു എനർജി ആയിരുന്നു. പ്യുവർ ആയിട്ടുള്ളൊരു സോളാണ്, പ്യുവർ ആയിട്ടുള്ളൊരു എനർജിയാണ്. എന്താ പറയുക, സ്പിരിച്വൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട 2 ക്യാരക്ടറായിട്ടാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ രണ്ടുപേരുടെയും ക്യാരക്ടറിലും ചിന്തകളിലും പിന്നെ എന്താ പറയുക, ലുക്കിലൊക്കെ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. രീതികളിലും മതങ്ങളൊക്കെ ചിലപ്പോൾ വേറെ ആയിരിക്കും, ഏജ് ഡിഫറൻസ് ആയിരിക്കാം, എക്സ്ട്രാ അങ്ങനെയൊക്കെയുള്ള കുറേ അധികം ചില ചേഞ്ചസ് ഉണ്ട് നിങ്ങൾ തമ്മിൽ. ഒരുപാട് ഒന്നിക്കാൻ പറ്റാത്ത വിധം കുറേയധികം മാറ്റങ്ങളുണ്ട്. പക്ഷേ ഇത് ഒന്നിക്കുകയും വേണം, അതുപോലെ തന്നെ ഡിവൈനായിട്ട് കണക്ഷൻ ആക്കുകയും വേണം, ഇത് ഹീല് ചെയ്യുകയും വേണം. സത്യം പറഞ്ഞാൽ പുറമേ നിന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് ഈ റിലേഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല, ഇതെങ്ങനെ കണക്റ്റഡ് ആവുമെന്ന് ചിന്തിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് വീട്ടിൽ പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെയുള്ള കുറേയധികം സംഭവങ്ങളുള്ളതായിട്ടും ചില ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ ലോകത്ത് നിങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഈ ഒരു സ്പിരിച്വൽ വേൾഡിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. അത് മേ ബി പാസ് കർമ്മയായിരിക്കാം, കുറേയധികം സംഭവങ്ങളിൽ അത് പറയാനുണ്ട്. അപ്പം അത് തീർക്കാൻ വേണ്ടി നിങ്ങളുടെ ലൈഫിൽ വരുമ്പോൾ കർമ്മ ബോച്ചായിരിക്കണം, ഇതൊരു ആണായിരിക്കണം, പെണ്ണായിരിക്കണം, വേറെ ബൈസെക്ഷൽ ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ സെയിം ക്യാരക്ടർ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് എന്താ പറയുക, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആവുന്നൊരു വ്യക്തി ആയിരിക്കണം ഈ വ്യക്തി. നിങ്ങൾക്ക് ജെനുവിനാണ് ഈ വ്യക്തി. ഇവിടെ കാണുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് തേർഡ് പാർട്ടി ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് തരണം ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഫാമിലി പരമായിട്ടൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വ്യക്തി ഒരുപാട് ഒബ്സ്റ്റക്കിൾസും ചലഞ്ചസും ഫേസ് ചെയ്ത് വന്ന വ്യക്തിയാണ്, ഫേസ് ചെയ്യുന്നൊരു സിറ്റുവേഷനിലാണ്. ഈ വ്യക്തിയുടെ ഡാർക്ക് നൈറ്റ് സോളിലാണ് ആൾ നിൽക്കുന്നത്. നിങ്ങളുടെ ഡാർക്ക് നൈറ്റ് സോൾ മേ ബി കഴിഞ്ഞ് കാണും, പക്ഷേ ഈ വ്യക്തിയുടെ ഒരു ഡാർക്ക് നൈറ്റ് സോളിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കും കാണാൻ പറ്റുന്നത്. കാരണം ഈ വ്യക്തിയുടെ അടുത്ത് ഇപ്പം നിങ്ങൾക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. തേർഡ് പാർട്ടി ഇഷ്യൂസ് ഉണ്ട്, പ്രോബ്ലംസ് ഉണ്ട്, നെഗറ്റീവ്സ് ഉണ്ട്, അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈവൻ നിങ്ങൾ ഈ വ്യക്തിക്ക് വിഷമിച്ച് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് വേണ്ടി ആഗ്രഹിച്ച് കൊടുക്കുന്ന എനർജി ആ വ്യക്തി സ്വീകരിക്കുന്നുണ്ട്. ഏത് രീതിക്ക് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഒരു നെഗറ്റീവാണ് എന്ന് ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വിധം ഒരു ഡൗൺ സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു സമയമായിട്ട് കാണാൻ പറ്റുന്നത്. പക്ഷേ ആൾ സ്ട്രോങ് ആയി വരുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. മേ ബി ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കണം, ഇപ്പം ഒറ്റപ്പെട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ, നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പറ്റാതെ നിൽക്കുന്ന സിറ്റുവേഷനിലായിരിക്കണം, ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കണം. അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നെഗറ്റീവ് എനർജി, റിലേഷൻഷിപ്പിൽ നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ഒരുപാട് നെഗറ്റീവ് എനർജി ഇവിടെ ഉള്ളതായിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ആൾ ഇമോഷണലി ലോസാണ്, ആൾ ഡൗൺ സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്, ആൾക്ക് പെയിൻ ഉണ്ട്, ആൾക്ക് വിഷമമുണ്ട്. കാരണം നമുക്കിവിടെ നോക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് അറിയാൻ പറ്റുന്നുണ്ട്, ആൾ ഇവിടെ വേദന കടിച്ച് പിടിച്ച് നിൽക്കുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതിനുവേണ്ടി ആൾ കുറേ അധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ആൾക്ക് ഈ പറയുന്ന കാര്യങ്ങളിൽ ട്രസ്റ്റ്, അല്ലെങ്കിൽ സ്പിരിച്വൽ പരമായിട്ടുള്ള കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ഒരുപാട് ട്രാവൽ ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് ഫുഡ് കഴിക്കുന്നുണ്ടാകാം, മറ്റ് കാര്യങ്ങളിൽ നിന്ന് ഡിസ്ട്രാക്റ്റഡ് ആവാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇത് നിങ്ങളുടെ ഫ്രണ്ടോ ഫാമിലി റിലേറ്റീവ്സോ റിലേഷൻഷിപ്പോ എന്തുമാവാം കേട്ടോ. ഇനി ഈ വ്യക്തിയുടെ ഒരു ക്യാരക്ടറൈസേഷൻ ഞാൻ പറഞ്ഞുതരാം. ജോബാണെന്നുണ്ട് ഒരു അലസമായ ക്യാരക്ടറാണ്. അതായത് എപ്പോഴും എൻജോയ്മെൻറ്റ്, എപ്പോഴും സ്വന്തം ആഗ്രഹങ്ങൾ, സ്വന്തം പാഷൻ, സ്വയമേ ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അതായത് ഈഗോയിസ്റ്റിക് എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ ഒരു വലിയ ഈഗോയിസ്റ്റിക് അല്ല, പക്ഷേ ആ വ്യക്തിയുടെ ആഗ്രഹങ്ങൾക്കായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. ആ വ്യക്തിയുടെ പാഷൻ, ആ വ്യക്തിയുടെ ആഗ്രഹം അതെന്താണോ അത് ആ വ്യക്തി പൂർണ്ണമായിട്ടും
ചെയ്യും എന്നുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. എപ്പോഴും ഒരു എനർജി, ഒരു പോസിറ്റീവ് എനർജി, ഒരു കുട്ടിത്തം ഫീൽ ചെയ്യുന്ന ഒരു എനർജി ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ വ്യക്തി എവിടെയാണോ ഉള്ളത് ആ സ്ഥലങ്ങളിലൊക്കെ ഭയങ്കരമായിട്ടും പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ വ്യക്തിയുടെ ലൂപ്പിൽ അല്ലെങ്കിൽ ഈ വ്യക്തി നല്ലൊരു പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. ജോലി കരിയറിലൊക്കെ ഓക്കെ ആയിട്ടുള്ള കുഴപ്പമില്ലാത്ത സിറ്റുവേഷനാണ്. ഈ വ്യക്തിക്ക് ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കണം, ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും, പക്ഷെ അതൊന്നും വലിയ വെർത്തില്ല, അതായത് അതിലൊന്നും കാര്യമില്ല. കാരണം ആൾ സ്പിരിച്വൽ ആയിട്ടുള്ള വ്യക്തിയാണ്, പക്ഷേ ആ വ്യക്തിക്ക് അത് അറിയാമോ ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റത്തില്ല. നിങ്ങൾ മേ ബി ഇതിനെക്കുറിച്ച് പറയുന്ന സമയത്തായിരിക്കും ആ വ്യക്തിക്ക് അതിനോട് ഇൻട്രസ്റ്റോ കാര്യങ്ങളൊന്നും ആവത്തില്ല. പക്ഷേ ഈ വ്യക്തി ഒരു സമയമാകുമ്പോൾ ഇത് മനസ്സിലാക്കി നിങ്ങളടുത്തോട്ട് വരും ഒരു ഏജിൽ. ഇപ്പം ആ വ്യക്തി നിൽക്കുന്ന ലൂപ്പ് എന്ന് പറയുന്നത് കരിയർ, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സിറ്റുവേഷനാണ്. ഒരു മായിക ലോകത്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സിറ്റുവേഷൻ. പക്ഷേ എന്താ പറയുക, ഇപ്പം ഒരു കൂട്ടരഞ്ചിന് അങ്ങോട്ട് ചാടാ കുട്ടിരാമ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചാടും, ഇങ്ങോട്ട് ചാടാ കുട്ടിരാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് ചാടും. ആ ഒരു സിറ്റുവേഷനിലായിട്ട് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. ആൾ കാണാനൊക്കെ അടിപൊളിയാണ്, ആൾ വേറെ കുഴപ്പമൊന്നുമില്ല, ആൾ ലുക്കും സംഭവങ്ങളും തന്നെയാണ്. ആൾ നിങ്ങൾ കാണുന്ന ഒരു ലുക്കിൽ നിങ്ങൾക്ക് ഭയങ്കര പെർഫെക്റ്റാണ്. കാരണം നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ ചില ഇമോഷൻസ്, ഈ വ്യക്തി നിങ്ങൾ നോക്കി നിൽക്കുന്ന സമയത്ത്, അതായത് ചില എക്സ്പ്രഷൻസ് ഉണ്ടാവും, അതായത് അവർ കാണാതെ ബാക്കി ആരും കാണാൻ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നമ്മൾ കാണുന്ന കുറേ ഫേവറേറ്റ് ആയിട്ടുള്ള ചില പോർഷനുണ്ടായിരിക്കും. അത് മേ ബി നെക്കായിരിക്കണം, മേ ബി ഹെയർ ആയിരിക്കണം, നിങ്ങൾക്കത് ഭയങ്കര ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ ആയിരിക്കും നിങ്ങൾ വളഞ്ഞത് ആ വ്യക്തിക്ക്, അല്ലെങ്കിൽ ഇതിലായിരിക്കണം നിങ്ങൾ വീണത് ആ വ്യക്തിക്ക്. ആ വ്യക്തിയുടെ ലൂപ്പ്, ആ വ്യക്തിയുടെ സംസാരം, ആ വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ്, ആ വ്യക്തിയായിട്ട് നിൽക്കുന്ന സമയത്ത് ആ വ്യക്തിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന ചില സംഭവങ്ങളുണ്ട്. ചിരിയായിരിക്കണം, ചുണ്ടായിരിക്കണം, ലിപ്പായിരിക്കണം, അങ്ങനെ ഒരുപാട് കാര്യം. ഇതിലൊക്കെ ആയിരിക്കണം നിങ്ങൾ വീണത്. ശരീരാകാരഘടന ആയിരിക്കണം, ഡ്രസ്സിങ് രീതിയാണ്, ആ വ്യക്തിയുടെ സ്വഭാവമായിരിക്കണം, ഒന്നും മനസ്സിൽ വെക്കാണ്ട് ജെന്യുവിനായിട്ട് സംസാരിക്കുന്ന ആ ഒരു രീതിയായിരിക്കണം. ഇതൊക്കെ ആയിരിക്കണം, ഒരു ഈഗോ ഇല്ലാണ്ട് സംസാരിക്കുക. ഇതൊക്കെ ആയിരിക്കണം നിങ്ങൾ ആ വ്യക്തിയിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ എന്ത് സിറ്റുവേഷനിലായാലും നിങ്ങൾ ചെല്ലുന്ന സമയത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കണം. അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറേയധികം കാര്യങ്ങളായിരിക്കണം നിങ്ങളുടെ ലൈഫിലോട്ട് ഈ വ്യക്തി അട്രാക്റ്റ് ചെയ്യുന്നത്. ഈ വ്യക്തിയുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു നിരന്നൊരു ഭൂമിയാണ്, ഒരു മരുഭൂമിയാണ്. വലിയ മരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, ഇടിച്ചു നിൽക്കാനും അല്ലെങ്കിൽ എന്താ പറയുക ഓവറായിട്ട് ചിന്തിക്കാൻ വേണ്ടി ഒന്നുമില്ല. ഒരു തുറന്നൊരു പുസ്തകമായിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. അപ്പം എന്താ പറയുക, ഞാൻ പറഞ്ഞില്ല, ഇതൊരു കാർമിക്ക് തന്നെ ആയിട്ടാണ് ചില ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ഈവൻ നിങ്ങൾ തമ്മിൽ ഒരു സെക്ഷൽ അട്രാക്ഷനൊക്കെ ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഫിസിക്കൽ മറ്റുള്ളൊരു കണക്ഷൻ നിങ്ങൾക്കുള്ളതായിട്ട് കാണാൻ പറ്റും. ഈ വ്യക്തിയെടുത്ത് മാത്രം നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങൾക്ക്, ഇപ്പം നമുക്ക് എനിക്ക് അല്ലെങ്കിൽ വേണം നിങ്ങളുടെ സെയിം ബോഡിയോട് മാത്രം തോന്നുന്നൊരു പ്രണയം ഉണ്ടാവും നിങ്ങൾക്ക്. അങ്ങനത്തെ ഒരു ബോഡി ഈ ഭൂമിയിലുണ്ട്. അത് 1-2 പേരേ കാണത്തുള്ളൂ. ഇപ്പം ഈ വ്യക്തിക്ക് എന്ത് ഡിസിഷൻ എടുക്കണം എന്നറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. നെഗറ്റീവ് ആവണോ പോസിറ്റീവ് ആവണോ എന്ന് തീരുമാനിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. കാരണം ഫ്രണ്ട്സ് കൺട്രോൾ ചെയ്യുന്നുണ്ട്, ആ വ്യക്തിയുടെ സിറ്റുവേഷൻസ് ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ആ വ്യക്തിൻ്റെ മാനിപ്പുലേഷൻ സിറ്റുവേഷൻസ് ചില ആൾക്കാരിൽ നിന്നും, അതുപോലെ തന്നെ ആ വ്യക്തിക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ആ വ്യക്തിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലും കാണാൻ പറ്റുന്നുണ്ട്. ആ വ്യക്തി യാത്ര ചെയ്യുന്ന, അല്ലെങ്കിൽ ആ വ്യക്തി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പാത കറക്റ്റാണോ എന്നറിയാൻ പറ്റുന്നില്ല. ഒരുപാട് തേജോ എക്സ്പീരിയൻസ്, ഒരുപാട് സ്പിരിച്വൽ പരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആ വ്യക്തിയുടെ ലൈഫിൽ നടക്കുന്നുണ്ട്. ആ വ്യക്തിക്ക് എത്രയും ഫാസ്റ്റായിട്ട്, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എത്രയും ഡീപ്പായിട്ട് ആ വ്യക്തിയുടെ ലൈഫിൽ ആ വ്യക്തി കാര്യങ്ങൾ അച്ചീവ് ചെയ്യേണ്ട ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുക. കാരണം ടൈം അടുത്ത് നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ കാര്യത്തോട് ജീവിക്കാൻ അറിയാവുന്ന ഒരാളാണ്, ജീവിക്കണം അല്ലെങ്കിൽ ജീവിക്കാൻ ആഗ്രഹമുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ എന്ത് നെഗറ്റീവ് അല്ലെങ്കിൽ എന്ത് പോസിറ്റീവ് ആയി കഴിഞ്ഞാലും ആ വ്യക്തിക്ക് ഫാസ്റ്റായിട്ട്, അല്ലെങ്കിൽ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് കരിയർ സെറ്റാക്കണം, അല്ലെങ്കിൽ എനിക്ക് ജോലി വേണം, എൻ്റെ ഫാമിലി സെറ്റാക്കണം എന്നൊക്കെ ആഗ്രഹിച്ചു ആ ഒരു ക്യാരക്ടറാണ്. ആ ഒരു ത്വരമുണ്ട്, അത്രയും ഫാസ്റ്റായിട്ട് ടൈമില്ല, കളയാൻ ടൈമില്ല, അത്രയും എനർജി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. പക്ഷേ ഇമോഷണലി ഡൗൺ ആയിട്ടുള്ള സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുക. പക്ഷേ എത്ര അടി കിട്ടിക്കഴിഞ്ഞാലും ആ വ്യക്തിയുടെ പാത, ആ വ്യക്തിയുടെ ആൾ ഡീസൻ്റാണ്, ആൾ പക്കയാണ്, എന്താ പറയുക, ജീവിക്കാൻ അറിയാമെന്നുള്ളൊരു ആളായിട്ടാണ് കാണാൻ. ഇതിൽ ഇവൻ ലേഡി ആയാലും ആരായാലും അങ്ങനെ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. പെട്ടെന്ന് ആൾക്കാരിൽ ഇൻഫ്ലുവൻസ് ആവുന്നൊരു വ്യക്തിയായിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ഈ വ്യക്തി കാരണം നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവ്സും സിറ്റുവേഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട്.
ബട്ട് എന്താ പറയുക, ആ ഒരു സിറ്റുവേഷൻ, ഒരു ഡാർക്ക് നൈറ്റ് സോൾ സിറ്റുവേഷനിലോട്ടൊക്കെ കയറണം, ഈ ഒരു വ്യക്തി കാരണം കയറണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്കും കാര്യങ്ങൾ ഒരുപാട് മനസ്സിലാവത്തുള്ളൂ എന്നാണ് കാണിക്കുന്നത്. അത് തന്നെയാണുള്ളത് ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്തത്. അടുത്തതായിട്ട് നമുക്ക് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ്ങിലോട്ട് പോകാമേ. അപ്പോൾ ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരെ സംബന്ധിച്ച് ഇത് തന്നെയാണ് കാണാൻ പറ്റുന്നത്, ആ ഒരു സിറ്റുവേഷൻ. അടുത്തായിട്ട് നമുക്ക് നോക്കാം സെക്കൻഡ് പൈൽ എന്താണ് സിറ്റുവേഷൻസ് നോക്കാം. രണ്ടാമത്തെ പൈൽ, അതായത് ഈ ഒരു പൈൽ എന്താണ് സിറ്റുവേഷൻസ് എന്ന് നോക്കാം. ഈ ഒരു പൈൽ ഓക്കെ. അടുത്തതായിട്ട് സെക്കൻഡ് പൈൽ, രണ്ടാമത്തെ പൈൽ, അതായത് ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് നോക്കാൻ പോകുന്നത്. സെക്കൻഡ് പൈൽ, ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് നോക്കാൻ പോകുന്നത്. രണ്ടാമത്തെ പൈൽ, സെക്കൻഡ് പൈൽ. ഓക്കെ, സെക്കൻഡ് പൈൽ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച്, ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആള് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്, ബോൾഡായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണ്. ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഭയങ്കരമായിട്ടും ഹാർഡ് വർക്ക് ചെയ്യും, ഭയങ്കര മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അതായത് ഈ വ്യക്തി സ്വയം ആവശ്യത്തിന് വേണ്ടി നിങ്ങളെ ചില രീതിക്ക് ഉപയോഗിക്കാൻ ചാൻസ് ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ വ്യക്തിയുടെ വഴിക്ക് എല്ലാം വരണം, അതായത് ഞാൻ വെട്ടിയ വഴിക്ക് നിങ്ങൾ സഞ്ചരിച്ച് വരണം എന്നുള്ള ഒരു നിലപാടുള്ള ഒരാളായിട്ടാണ് കാണാൻ പറ്റുന്നത്. എൻ്റെ തീരുമാനങ്ങൾക്കും എൻ്റെ ഡിസിഷനും എൻ്റെ കാഴ്ചപ്പാടിനും മാത്രമാണ് വാല്യൂ. നിങ്ങൾ കാണുന്നതും നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുന്നത് ഒന്നും അല്ല കാഴ്ച എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ, നിങ്ങളെ തലമണ്ടയ്ക്ക് അടിച്ചേൽപ്പിക്കുക ചില സിറ്റുവേഷൻസ്. അങ്ങനത്തെ ഉള്ളൊരു ക്യാരക്ടറായിട്ട് ചില ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. ചില കള്ളത്തരങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും ആ കള്ളത്തരങ്ങളിൽ ആ വ്യക്തി അതിനെ ജഡ്ജ് ചെയ്ത് അതിലായിട്ട് ഇങ്ങനെ നിൽക്കും. അങ്ങനത്തെ ഉള്ളൊരു ക്യാരക്ടറായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരുപാട് വിഷമിക്കേണ്ടി വരും നിങ്ങൾ. കാരണം ഇപ്പം നിങ്ങൾ ഡിപ്പെൻഡഡ് ആകുന്നത് കൂടുതലും ഈ വ്യക്തിയിലാണ് എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കാരണം വ്യക്തമായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, നിങ്ങൾ നല്ല കാണാൻ അടിപൊളിയായിരിക്കും, നിങ്ങൾ സ്ട്രോങ് ആയിരിക്കും, നിങ്ങൾക്ക് ഒരുപാട് കഴിവുണ്ടായിരിക്കണം, നിങ്ങളൊരു സക്സസ് ലെവലിൽ പോകുന്നൊരു വ്യക്തിയായിരിക്കണം. പക്ഷേ ഈ വ്യക്തി ഒന്നും ഇല്ല എന്നിട്ടും നിങ്ങൾ ഈ വ്യക്തിയെ സ്നേഹിച്ചു, ഈ വ്യക്തിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം, നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞ് ഈ വ്യക്തി ഒരുപാട് നിങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ വ്യക്തി നിങ്ങൾ മെൻ്റലി, ഫിസിക്കലി, അതുപോലെ തന്നെ എന്താ പറയുക, ഫിനാൻഷ്യലിയൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് കാണും. പക്ഷേ ഈ വ്യക്തിയുടെ ഒരു ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഞാൻ ഒരു വലിയ ആളാണ്, എനിക്ക് ആരും മുന്നിലും തല കുനിക്കാൻ പറ്റത്തില്ല, എന്നെ നിങ്ങൾ അത് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ അങ്ങനത്തെ ഒരു പൊസിഷനിൽ നിൽക്കുകയാണ് എന്നൊക്കെ ഉള്ള ഒരു വിചാരം, അതായത് ഞാനാണ് എല്ലാം, നിങ്ങൾ എനിക്ക് താഴെയാണ് എന്നൊക്കെ ഉള്ളൊരു ചിന്ത ഉള്ള ഒരാളായിട്ടാണ് കാണാൻ പറ്റുന്നത്. മേ ബി ആ വ്യക്തിയുടെ ഒരു ആ സമയത്തിൻ്റെ അഹങ്കാരമായിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തി ചൈൽഡ്ഹുഡിൽ വളർത്തിയ ആ ഒരു രീതി ആയിരിക്കാം എന്നാണ് ഇവിടെ കാണുന്നത്. കാരണം നിങ്ങളെ ഡിപ്പെൻഡഡ് ആക്കും. കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരുപാട് പെയിൻ തരാനുള്ള ചാൻസ് ഉണ്ട്. ഡിസിഷൻ ആയിരിക്കും, ടോക്സിക് ആയിട്ടുള്ള ചില സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ചില സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഒരുപാട് വിഷമം, ഈ പെയിൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഈ വ്യക്തി കാരണം നിങ്ങൾ ഒരുപാട് പെയിൻ അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും എന്താണ്, നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. കാരണം ഈ വ്യക്തിയുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്നു, നിങ്ങൾ ഈ വ്യക്തിയുടെ പുറകെ പോകുന്നു, നിങ്ങൾ ഡിപ്പെൻഡഡ് ആണ്, നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്, ഒരുപാട് പെയിൻ ആവുന്നുണ്ട്. ആ വ്യക്തി നിങ്ങളുടെ ചിന്തകളോ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചോ ഓർക്കുന്നില്ല. ആ വ്യക്തിയെക്കുറിച്ച് മാത്രമാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വ്യക്തിയുടെ കരിയർ, ആ വ്യക്തിയുടെ ഫിനാൻസ്, ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആവാം, കരിയർ ആയിരിക്കാം, ഫിനാൻസ് ആയിരിക്കാം, എന്തുമായിരിക്കാം. പക്ഷേ ആ വ്യക്തിയുടെ സെൽഫ് കോൺഫിഡൻസ് ഉണ്ട് ഭയങ്കരമായിട്ടുള്ള, ഞാൻ എന്ത് ചെയ്താലും അല്ലെങ്കിൽ എന്നെ വിട്ടു പോകത്തില്ല എന്നൊക്കെ ഉള്ളൊരു വിചാരം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരാളാണ്, ആ എനർജി ആ വ്യക്തിയുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ ആ ഒരു എനർജി ആ വ്യക്തിയെ കയറി അതിനുശേഷം നിങ്ങളെല്ലാവരും പുറകെ ചെല്ലും, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾ ആ വ്യക്തിയുടെ കൂടെ എത്തും എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഡിസിഷൻ ഉണ്ട് എന്നുള്ളതായിട്ടാണ് ചില ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ഇവിടെ മെയിൻലി കാണാൻ പറ്റുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒരുപാട് മെമ്മറീസും ഒരുപാട് സക്സസ്സും ഒരുപാട് കരിയർ ഗ്രോത്തും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്.
ഒരുപാട് മെമ്മറീസ് ഉണ്ട്, രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മെമ്മറീസ് ഉണ്ട്. പക്ഷേ ചില ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് എപ്പോഴും ഒരു വിഷമം, ഒരു ഒരു എന്തെന്നില്ലാത്തൊരു പെയിന്. നിങ്ങൾ അടിപൊളിയായിരിക്കണം. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒരുപാട് കഴിവുള്ള, ഒരുപാട് സ്പിരിച്വൽ ലെവലിൽ ഒരുപാട് മുന്നേറാൻ പറ്റുന്ന, ലൈഫിൽ എത്രത്തോളം അച്ചീവ്മെൻറ്റ്സ് ഉണ്ടോ അതിലൊക്കെ നിങ്ങൾക്ക് എല്ലാ രീതിയിലും നിങ്ങൾക്ക് മുന്നേറാൻ പറ്റുന്ന സമയം നിങ്ങൾ ഈ ഒരു വ്യക്തി കാരണം എന്തിനാണ് ചിലവഴിച്ച്, അല്ലെങ്കിൽ ആ ഒരു ടൈം എന്തിനാണ് വേസ്റ്റ് ചെയ്യുന്നത് എന്ന് വരെ കാണാൻ പറ്റും. നിങ്ങൾക്ക് പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിപ്പെൻഡഡ് ആവാതെ ഇരിക്കാം. പക്ഷേ കൂടുതൽ നിങ്ങൾ ഇമോഷണൽ ഡാമേജ് ഉണ്ട്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇമോഷണലി കണക്റ്റഡ് ആണ്. നിങ്ങളെ ഒരുപാട് മുതലെടുക്കുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതായത് മേ ബി നിങ്ങളുടെ മനസ്സ് ആ വ്യക്തിക്ക് നിങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് വെച്ച് ആ വ്യക്തി കളിക്കാനും ഉള്ള ഒരു ഇതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കുറേ പേരെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് പെയിൻ അനുഭവിക്കുന്നുണ്ട് നിങ്ങൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ എത്രത്തോളം മനസ്സിലാവും എന്നറിയാൻ പറ്റുന്നില്ല. പക്ഷേ ഇവിടെ വ്യക്തമായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്, ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ആഗ്രഹങ്ങൾക്കും പാഷനും ആയിട്ട് ആ വ്യക്തിക്ക് എന്താണോ ആവശ്യം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കരിയറിൽ എന്താണോ ആവശ്യം അത് തോളിൽ തൂക്കിയിട്ട് ആ വ്യക്തി പോകുന്ന ഒരു സിറ്റുവേഷനാണ്. അത് ആ വ്യക്തിക്ക് വേണ്ട സാധനങ്ങൾ നിങ്ങൾ ആ വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്ത് പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. വിഷമം, പെയിനാണ് വരുന്നത്. നിങ്ങൾക്ക് എന്താണ് ഏതാണെന്ന് അറിയാൻ പറ്റുന്നില്ല. ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എങ്ങോട്ട് പോകണം, എനിക്ക് സംസാരിക്കാൻ നിങ്ങൾ ആരാണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിക്ക് ആ വ്യക്തി നിങ്ങളെ യൂസ് ചെയ്തു എന്നുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പം നിങ്ങൾ കൂടുതലും നിങ്ങൾക്ക് മേ ബി ഇതിൽ ഏതെങ്കിലും ആയിരിക്കണം നിങ്ങളുടെ ഒരു പർപ്പസ്, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ആയിരിക്കണം നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്ന ഒരു കരിയർ, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിരിക്കണം. അപ്പം അത് നിങ്ങൾ ചൂസ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സക്സസ് ഉണ്ട് എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. പക്ഷെ ബാക്കി ഡിവൈൻ്റെ കയ്യിലാണ്. കാരണം നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്തിട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് നോക്കാം സെക്കൻഡ് പൈൽ. ഓക്കെ, ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്, സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരെ സംബന്ധിച്ച് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് രണ്ടുപേർക്കും ലോസ് ഉണ്ടാവുന്നുണ്ട്. രണ്ടുപേർക്കും ഒരുപാട് നഷ്ടമുണ്ടായി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരുപാട് പെയിൻ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് ഡിറ്റാച്ച്ഡായി പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം എത്ര ഡിറ്റാച്ച്ഡായിട്ട് പോയി കഴിഞ്ഞാലും നിങ്ങൾ റിട്ടേൺ ഈ വ്യക്തിയുടെ കയ്യിൽ തന്നെ വന്ന് പെടുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കാരണം അങ്ങനെ ഡിറ്റാച്ച്ഡായിട്ട് പോകത്തില്ല. കാരണം രണ്ടും സോൾമേറ്റ് കണക്ഷനാണ്, ഒരു കാർമിക്കായിട്ട് ഒരു സോൾമേറ്റ് കണക്ഷനായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾ രണ്ടും ചേരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കും, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടും ചേരുന്ന സമയത്ത് അതുകൊണ്ടായിരിക്കണം നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് എന്തോ ഈ വ്യക്തിയുടെ കണക്ഷൻസ് ഉണ്ട്. എന്തോ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം. എന്തൊക്കെയോ കണക്ഷൻ നിങ്ങൾ തമ്മിൽ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും വിട്ടു പിരിയാനും പറ്റുന്നില്ല. പക്ഷേ പ്രശ്നം ഉണ്ടോയെന്ന് വെച്ചാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, വിട്ട് കളയണം എന്നും തോന്നുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഡിറ്റാച്ച്ഡായി പോകാൻ പറ്റത്തില്ല. അത് എന്തൊക്കെയോ പിടിച്ച് നിർത്തുന്നുണ്ട്. കാരണം അതിൻ്റെ ടൈം പീരീഡ് കഴിഞ്ഞ് കാണത്തില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. സെക്കൻഡ് പൈൽ ഇവിടെ കാണാൻ പറ്റുന്ന ഒരു മേജർ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി വാമ്പയറായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതായത് എനർജി നിങ്ങളിൽ നിന്നും അടിച്ചെടുക്കുക, നിങ്ങളെ ഇമോഷണലി ഡൗൺ ആക്കി നിങ്ങളെ ഡാർക്ക് നൈറ്റ് സോളിൽ കൊണ്ടിടുക. ആ വ്യക്തിയുടെ ക്യാരക്ടർ, ആ വ്യക്തിയുടെ സിറ്റുവേഷൻ, ആ ഒരു വ്യക്തിയുടെ ലൂപ്പിൽ കയറ്റി നിങ്ങളെ ഒരുപാട് നശിപ്പിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലായിട്ട് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. ഇത് നിങ്ങളുടെ ആരുമായിരിക്കാം, ബട്ട് അങ്ങനെയാണ് കാണുന്നത്. ഓക്കെ, അപ്പം ഈ വ്യക്തിനെ സംബന്ധിച്ച് ഈ ഒരു സമയം എന്ന് പറയുന്നത് ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. കാരണം ഇവിടെ നമുക്ക് നോക്കിക്കഴിയുമ്പം കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ വ്യക്തി എന്ത് സെലക്ട് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ എന്ത് ഡിസിഷൻ എടുക്കും, ഞാൻ ലൈഫിൽ എന്ത് കാര്യത്തിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് സ്റ്റേബിൾ ആവും, അല്ലെങ്കിൽ മേ ബി നിങ്ങളുടെ കാര്യത്തിലായിരിക്കാം, അല്ലെങ്കിൽ കരിയർ റിലേറ്റഡ് ആയിരിക്കാം, അയാൾക്ക് സക്സസ് ഉണ്ടാവുന്ന എന്ത് കാര്യത്തിലായിരിക്കും, അല്ലെങ്കിൽ ഞാൻ എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടത്, അയാൾക്കൊരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് കാണാൻ പറ്റുന്നത്. ഈ ഒരു സമയം എന്ന് പറയുന്നത് ആൾക്ക് ഓൾമോസ്റ്റ് നോളജും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരാളായിട്ട് തന്നെയാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ ഒരു ഇറിറ്റേഷൻ ആയിട്ടുള്ള സിറ്റുവേഷൻസ്, ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ അല്ലെങ്കിൽ ഞാൻ എന്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കരിയർ ഓക്കെ ആവും, അല്ലെങ്കിൽ ഞാൻ എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടത് നിങ്ങളുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഞാൻ എന്താണ് തീരുമാനിക്കേണ്ടത്, ഞാൻ എടുക്കുന്ന തീരുമാനം കറക്റ്റ് ആവുമോ, ഞാൻ എടുക്കുന്ന തീരുമാനം എന്താ പറയുക ഓക്കെ ആകുമോ, അല്ലെങ്കിൽ
എന്താ പറയുക, ഞാൻ എടുക്കുന്ന തീരുമാനം ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് നിൽക്കുന്നത്. എടുക്കുന്ന തീരുമാനങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്താവും ലൈഫ് എന്നുള്ളത്, റിസ്ക് എടുക്കണോ എന്നൊക്കെയാണ് ആളിപ്പോൾ ചിന്തിച്ച് നിൽക്കുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ കുറേ അധികം സിറ്റുവേഷൻ എന്ന് പറയുന്നത് കുറേ അധികം ഡിവൈനായിട്ട് തന്നെ ചില സിറ്റുവേഷൻസ് എടുത്ത് മാറ്റുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഡിവൈനായിട്ട് അയാൾക്ക് ഒരുപാട് ഗിഫ്റ്റഡ് ആയിട്ട് കുറേ അധികം സംഭവങ്ങൾ കൊടുക്കുന്നുണ്ട്. അതായത് എന്താ പറയുക, കരിയർ റിലേറ്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിൽ വന്നത് മൂലം ആ വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിൽ എത്തിപ്പെട്ടതിന് ശേഷമായിരിക്കണം ആ വ്യക്തിക്ക് നെഗറ്റീവ് എന്താണ് പോസിറ്റീവ് എന്താണ് എന്ന് മനസ്സിലാക്കിയത്. മേ ബി ചില ആൾക്കാരെ സംബന്ധിച്ച് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കണം, ഒരുപാട് കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിരിക്കണം. അത് നിങ്ങളടുത്ത് വന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന തീരുമാനം, നിങ്ങൾ കൊടുക്കുന്ന ജഡ്ജ്മെൻറ്റിൻ്റെ പേരിൽ ആ വ്യക്തിക്ക് ഒരുപാട് സക്സസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ സമയം എന്ന് പറയുന്ന ആൾ കൺഫ്യൂഷൻ സ്റ്റേജിലാണ്. നിങ്ങൾ ഒരു ലോങ് ഡിസ്റ്റൻസ് ആയി, അല്ലെങ്കിൽ നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലായിരിക്കണം. ഇപ്പം ആളുടെ ഒരു കൺഫ്യൂഷൻ സിറ്റുവേഷനിലാണ് ആൾ നിൽക്കുന്നത്. എന്ത് തീരുമാനം എടുക്കണം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഒരു പതറി നിൽക്കുന്നൊരു സിറ്റുവേഷൻ. ആൾ സത്യത്തിൽ നല്ലൊരു ടെൻഷനായിട്ട് നിൽക്കുന്നൊരു സിറ്റുവേഷനിൽ തന്നെയാണ് കാണാൻ പറ്റുക. കാരണം ടെൻഷനുണ്ട്, നമുക്കിവിടെ കാണാൻ പറ്റും. എന്താ പറയുക, നമുക്കിവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആളുടെ ഫേസിൽ നല്ല രീതിക്കുള്ള ടെൻഷൻ ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ ആൾക്ക് ഈഗോ ഉണ്ട്, ആൾക്ക് പൊസസീവ് ഉണ്ട്. പക്ഷേ ഇതെല്ലാം ആൾ മനസ്സിൽ അടക്കി പിടിച്ച് നിങ്ങളടുത്ത് വേറൊരു ക്യാരക്ടറായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്നത്. പക്ഷേ ഇപ്പം നിങ്ങൾ പോയി ആ വ്യക്തിയുടെ അടുത്ത് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി ജെനുവിനായിട്ട് സംസാരിക്കും, മാസ്ക് ഒന്നും യൂസ് ചെയ്യാതെ ആയിരിക്കും സംസാരിക്കും. കാരണം ആളൊരു ഡൗൺ സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. കുറേ ഒബ്സ്റ്റക്കിൾസും ചലഞ്ചസും ഫേസ് ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ആളുടെ കൂടെ നിന്ന് ആരും ഇപ്പം ആളുടെ ലൈഫിൽ ഇല്ല, ആളൊരൊറ്റപ്പെട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ. ഈ സമയമൊക്കെ നിങ്ങൾക്ക് പോയി സംസാരിച്ച് കഴിഞ്ഞാലും ചിലപ്പോൾ ദേഷ്യപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ആളിപ്പോൾ ജെനുവിനായിട്ടാണ് നിൽക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ആൾ ഒരു വല്ലാത്തൊരു കൺഫ്യൂഷൻ സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. മേ ബി നിങ്ങളുടെ കാര്യത്തിലായിരിക്കും, അല്ലെങ്കിൽ കരിയർ റിലേറ്റഡ് ആയിരിക്കും. എന്തൊക്കെയോ ഒരു സിറ്റുവേഷനിൽ ആൾ പെട്ട് നിൽക്കുകയാണ് ഇപ്പം ഈ സമയത്ത്. വഴി തെളിയുന്നില്ല, എന്തൊക്കെയോ സിറ്റുവേഷൻ ചൂസ് ചെയ്യുന്ന പാതയാണെങ്കിലും അത് കയ്യിൽ നിൽക്കാതെ പോകുന്നൊരു സിറ്റുവേഷനിലായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് ഈ വ്യക്തിക്ക് നിങ്ങൾ ആരെയാണോ മനസ്സിൽ വെച്ചാൽ ആ വ്യക്തിയുടെ ലൈഫ് എന്ന് പറയുന്നത് സ്പിരിച്വൽ ജേണിയാണ്. ഒരുപാട് ആൾക്കാർക്ക് സ്പിരിച്വൽ ജേണി ഉണ്ട്. ബട്ട് ഇപ്പം നിങ്ങൾ സ്പിരിച്വൽ ജേണി കയറിയതിന് ശേഷം കുറേ ടൈം കഴിഞ്ഞതിന് ശേഷമാണ് ആ വ്യക്തി സ്പിരിച്വൽ ജേണിയിൽ കയറുന്നത്. പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് നിങ്ങൾ തമ്മിൽ. അതുകൊണ്ട് തന്നെ ഒരുപാട് ക്വാളിറ്റീസും ഒരുപാട് സിങ്ക്രോണിസിറ്റി അതുപോലെ തന്നെ എന്താ പറയുക, ഒരുപാട് നിങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുന്ന സമയത്ത് ഒരുപാട് കണക്ഷൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരാളായിട്ടാണ് കാണാൻ പറ്റുന്നത്. രണ്ടുപേരും ഏകദേശം പാസ്റ്റ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളും ദേജാവ് എക്സ്പീരിയൻസും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളിലോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. 1111 കാണുക, 1111 കാണുക, ഏഞ്ചൽ നമ്പേഴ്സ് കാണുക, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കുറേയധികം സംഭവങ്ങൾ, ഒരുപാട് സ്വപ്നങ്ങൾ കാണുക, ഇൻറ്റ്യൂട്ടീവ്ലി കണക്റ്റഡ് ആവുക, നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള കണക്ഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് കണക്റ്റഡ് ആവുക, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് സ്പിരിച്വൽ കണക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടെലിപ്പതിയൊക്കെ പെട്ടെന്ന് വർക്കാവും നിങ്ങൾ തമ്മിൽ. കാരണം ഈ വ്യക്തിയും നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ അത്രയും ഡീപ്പ് കണക്ഷൻസാണ്. കാരണം മനസ്സുകൊണ്ടല്ല, വിധിക്കും മേളിൽ ഒരു സംഭവം, എന്തോ ഒരു കണക്ഷൻസ് ഉണ്ട് നിങ്ങൾ തമ്മിൽ. എന്തൊക്കെയോ ഭയങ്കര കണക്ഷൻസ് ഉള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. കാരണം പാസ്റ്റ് ലൈഫുമായിട്ടുള്ള കാർമിക തീർക്കാനായിരിക്കണം, പാസ്റ്റ് ലൈഫുമായിട്ടുള്ള ബന്ധം പുതുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കുറേയധികം സംഭവങ്ങളുണ്ട്. ഇവിടെ മേജർലി കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് ഫ്യൂച്ചറിൽ എന്താണ് ഏതാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാകുകയും ചെയ്യും എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ ടിൻ ഫ്ലെയിം ജേണി ആയാലും സോൾമേറ്റ് കണക്ഷൻ ആയാലും ഇനിയിപ്പോൾ എന്ത് ജേണിയാണ് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ തമ്മിൽ ഒരുമിക്കാനുള്ള ചാൻസ് 100% കുറവാണ്. കാരണം രണ്ടുപേരും ഇൻഡിവിജ്വൽ ക്യാരക്ടറാണ്. രണ്ടുപേർക്കും ഒരുമിക്കണം എന്നുള്ളൊരു ക്യാരക്ടറില്ല. കല്യാണം കഴിച്ച് ജീവിക്കുക അങ്ങനത്തെ ഒരു സംഭവം പറ്റുമെന്നിവിടെ കാണിക്കുന്നില്ല കുറേയധികം ആൾക്കാർക്ക്. പക്ഷേ ലൈഫ് ലോങ് കൂടെ കാണാനുള്ള ചാൻസ് ഉള്ളതായിട്ടും കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ആൾക്കാർ, നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വന്ന് പോകുന്നതായിരിക്കും. അത് നിങ്ങളുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നാട് പോലും ആയിരിക്കത്തില്ല, വേറെ നാട്ടിലുള്ള ആൾക്കാർ, വേറെ രാജ്യത്തുള്ള ആൾക്കാരൊക്കെ വന്ന് ഇടപെടാനുള്ള ചാൻസും ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈവൻ ടാറോ കാർഡ് റീഡേഴ്സ്, അതുപോലെ തന്നെ എന്താ ഹീലേഴ്സ്, അതുപോലെ തന്നെ പുറത്തുനിന്നൊക്കെ ഉള്ള ചില സംഭവങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് ഫ്യൂച്ചറിൽ. കാരണം അങ്ങനത്തെ ഒരു സംഭവമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ വ്യക്തി നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു സമയത്ത് സമാധാനക്കേടായിരുന്നു എങ്കിൽ പോലും ഈ ഒരു സമയം എന്ന് പറയുന്നത്
നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഫീൽ ചെയ്യേണ്ട ഒരു സമയമാണ്. ഈ വ്യക്തിയുടെ ക്യാരക്ടർ, ഈ വ്യക്തി നിങ്ങൾ പിടിച്ചു നിർത്തുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. കൂടുതലധികം ആൾക്കാരും ഈ വ്യക്തിയെ നിങ്ങൾ ഇപ്പം ഭയങ്കരമായിട്ടും ഫീൽ ചെയ്യുന്നൊരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഒരു ബോർഡർ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ആ വ്യക്തിയുടെ അടുത്ത് പോകണം, സംസാരിക്കണം, കാര്യങ്ങളെല്ലാം ചെയ്യണം എന്നുള്ളൊരു ടെംപ്റ്റേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ മനസ്സിനെ പിടിച്ചു നിർത്തിയേക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടും കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്സോ ഫാമിലിയോ ആരുമായിരിക്കും, പക്ഷേ ഒരു കണക്ഷൻ കിട്ടുന്നില്ല. കാരണം ഡിപ്പെൻഡഡ് ആവാത്തൊരു സിറ്റുവേഷനിൽ ചില ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്, ചില ആൾക്കാരെ സംബന്ധിച്ച് ഡിപ്പെൻഡഡ് ആവാത്ത സിറ്റുവേഷൻ കാണാൻ പറ്റുന്നുണ്ട്, ചില ആൾക്കാരെ സംബന്ധിച്ച് ഡിപ്പെൻഡഡ് ആവുന്ന സിറ്റുവേഷൻസും കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ വ്യക്തിയുടെ ഓർമ്മകളും ഈ വ്യക്തിയുടെ ചിന്തകളും ഈ വ്യക്തിയുമായിട്ടുള്ള മെമ്മറീസും കാര്യങ്ങളും എല്ലാം നിങ്ങൾ മനസ്സിൽ പ്യുവറായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. ഈ വ്യക്തി നിങ്ങൾക്കൊരു പ്യുവർ ജെമ്മായിരുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, പ്യുവറായിട്ടുള്ളൊരു അടിപൊളി ക്യാരക്ടർ ആയിരുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്കെന്തോ ഭയങ്കര ഫീലിംഗ് ഹാപ്പി തന്ന, ഒരു സാറ്റിസ്ഫാക്ഷൻ തന്ന, ഏതൊക്കെയോ സമയത്ത് എന്തൊക്കെയോ തന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കണക്ഷൻസ് കിടപ്പുണ്ട്. നിങ്ങൾ മാത്രമല്ല ഈ റിലേഷൻഷിപ്പിൽ, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് തേർഡ് പാർട്ടി കാര്യങ്ങളെല്ലാം കിടക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. തേർഡ് പാർട്ടിയൊക്കെ നിങ്ങളെ നാശത്തിനല്ല വരുന്നത്, ഒരു സക്സസ്സിന് വരുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഡിവൈൻ കണക്ഷൻ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഡിവൈൻ കണക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിനും അപ്പുറം ഉള്ള ഒരു കണക്ഷനാണ് ഈ റിലേഷൻഷിപ്പ്. ഇത് നിങ്ങളുടെ എന്താ പറയുക, ഇത് നിങ്ങളുടെ ലൈഫിൽ വരണം, ഡെസ്റ്റിനി ആവണം, നിങ്ങളുടെ ലൈഫിൽ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ നടക്കണം എന്നുള്ളത് വർഷങ്ങൾക്ക് മുന്നേ ക്രിയേറ്റ് ചെയ്ത് വെച്ച സംഭവങ്ങളായിട്ടാണ് കാണാൻ പറ്റുന്നത്. പാസ്റ്റ് ലൈഫൊക്കെ ആയിട്ട് ബന്ധമുണ്ട്. പാസ്റ്റ് ലൈഫ് മാത്രമല്ല ബന്ധമുള്ളത്, എന്തൊക്കെയോ കണക്ഷൻസ് ഉണ്ട്. നിങ്ങളെ കുടുംബപരമായിട്ടൊക്കെ എന്തൊക്കെയോ കണക്ഷൻസ് ഉള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഫാമിലി റിലേറ്റഡ് ആയിട്ട്, സോൾ കണക്റ്റഡ് ആയിട്ട്, സോൾ കോൺട്രാക്റ്റഡ് ആയിട്ട്, ഡിവൈൻസ് ആയിട്ടൊക്കെ എന്തൊക്കെയോ കണക്ഷൻസ് ഉണ്ട്. നിങ്ങൾക്കും ഡിവൈനും തമ്മിൽ കണക്ഷൻസ് ഉണ്ട്, ആ വ്യക്തിക്കും ഡിവൈനും തമ്മിൽ കണക്ഷൻസ് ഉണ്ട്. എന്തൊക്കെ കണക്ഷൻസ് ഇല്ലാണ്ട് നിങ്ങളുടെ ലൈഫിൽ ഈ വ്യക്തി വരാൻ ഒരു ചാൻസും ഇല്ല. കാരണം ഇവിടെ കാണാൻ പറ്റുന്ന സംഭവം എന്ന് പറയുന്നത് ഫിസിക്കൽ അട്രാക്ഷൻ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്നിവിടെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. കുറേയധികം ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ട്, കുറേയധികം ആൾക്കാർക്ക് ആ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. ഫിസിക്കൽ പരമായിട്ടുള്ളൊരു സംഭവം അതിൽ നിൽക്കുന്നൊരു സംഭവമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഇവിടെ മേജർലി കാണിക്കുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു വ്യക്തി വന്നത് കാരണം ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് സക്സസ് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. കരിയർ റിലേറ്റഡ് ആയിരിക്കണം, ആ വ്യക്തിയുടെ ക്യാരക്ടർ ആയിരിക്കണം, ആ വ്യക്തിയുടെ സ്വഭാവം, ഇന്നർ സോള്, മൈൻഡ്, സ്പിരിറ്റ്, ബോഡി, ഈ എനർജി, ഇതെല്ലാം മാറിയിട്ടുണ്ട് നിങ്ങളടുത്ത് വന്നതിന് ശേഷം. ആ വ്യക്തി ഇപ്പം നിൽക്കുന്നത് എന്താ പറയുക, ആ വ്യക്തി നിങ്ങളടുത്ത് ലൈഫിൽ വന്നതിന് ശേഷം ആ വ്യക്തിക്ക് ഒരുപാട് കരിയർ ഗ്രോത്ത് ഉണ്ടായിട്ട് നിൽക്കാൻ പഠിച്ചു. ഇപ്പം ആൾ കൺഫ്യൂഷൻ സ്റ്റേജിൽ എന്ത് സിറ്റുവേഷനിലായി കഴിഞ്ഞാൽ ആൾ നിൽക്കാൻ പഠിച്ച് നിങ്ങളടുത്ത് വന്നിട്ടായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളടുത്ത് വന്നിട്ട് മാത്രമല്ല, നിങ്ങളടുത്ത് വന്നതിന് ശേഷമായിരിക്കണം ഈ വ്യക്തിയുടെ ട്രാൻസ്ഫർമേഷൻ ആയത് നിങ്ങളടുത്ത് വന്നതിന് ശേഷമായിരിക്കണം. കാരണം ഈ വ്യക്തിക്ക് നോക്കുന്ന സമയത്ത് ലോ ഓഫ് അട്രാക്ഷൻ, അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ, എന്തൊക്കെയോ കഴിവ് ഈ വ്യക്തിക്കുണ്ട്. അത് മനസ്സിലാക്കി കൊടുത്ത നിങ്ങളായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരുപാട് ക്യാരക്ടറൈസേഷൻ, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ക്യാരക്ടറൈസേഷൻ ഉള്ള ആളായിട്ടാണ് കാണാൻ പറ്റുന്നത്. എന്താ പറയുക, വിധിപ്രകാരം നിങ്ങളുടെ ലൈഫിൽ വന്നതാണ്. പിന്നെ ഇന്നറിലാണ് കളി ഫുള്ള് നടക്കുന്നത്. നിങ്ങൾ പുറമേ കാണുന്ന കളിയല്ല, ഇന്നറിലാണ് ഫുൾ കളിയെല്ലാം നടന്നത്. കാരണം പ്ലാനിങ്, നിങ്ങൾ കണ്ട ഈ സമയം എന്ന് പറയുന്നത് മുന്നേ വിധിക്കപ്പെട്ട പ്ലാനിങ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ക്രിയേറ്റ് ചെയ്യപ്പെട്ട സിറ്റുവേഷനിലാണ് നിങ്ങളുടെ ലൈഫിൽ വന്ന് ഈ വ്യക്തി നിങ്ങൾക്ക് ഒരുപാട് സക്സസ് തന്ന് തിരിച്ചു പോകുന്ന സമയത്ത് ഈ വ്യക്തിക്ക് ഒരുപാട് സക്സസ് ഡിവൈൻ കൊടുക്കും. കാരണം നിങ്ങളുടെ ലൈഫിൽ ഈ വ്യക്തി വന്ന് നിങ്ങളെ മാറ്റണം എന്നുള്ളത് ഡിവൈൻ ഓർഡറാണ്.
സോൾ കോൺട്രാക്റ്റാണ്. ആ സോൾ കോൺട്രാക്റ്റ് വന്ന് ഒപ്പിട്ട് നിങ്ങളെ റെഡിയാക്കിയിട്ട് ആ വ്യക്തി തിരിച്ച് റിട്ടേൺ പോകുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്കൊരുപാട് മാറ്റം ഉണ്ടാവണം, ആ വ്യക്തിക്ക് ഒരുപാട് മാറ്റം ഉണ്ടാവണം. നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി പോകുന്ന സിറ്റുവേഷനിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വന്നു, നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ട് പോയി ഡിവൈൻ പരമായിട്ടുള്ള കണക്ഷൻസ്, സോൾമേറ്റ് കണക്ഷൻസ്, പാർട്സ് ലൈഫുമായിട്ട് നിങ്ങളുടെ ലൈഫിൽ വന്നപ്പോഴത്തേക്കും ആ വ്യക്തിക്ക് ഡിവൈൻ ഒരുപാട് നല്ലത് കൊടുത്തു. കാരണം ഡിവൈൻ പറഞ്ഞിട്ടാണ് നിങ്ങളടുത്തോട്ട് ഈ വ്യക്തി വന്ന് എല്ലാം ക്രിയേറ്റ് ചെയ്ത് ആ വ്യക്തി പോയത്, അല്ലെങ്കിൽ ആ വ്യക്തി നിൽക്കുന്നത്. അപ്പം ആ വ്യക്തിക്ക് ബ്ലെസ്സിങ്സും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിവൈൻ പറഞ്ഞു വിട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് അവിടെ സ്പിരിച്വൽ ലെവലിൽ മുന്നേറാൻ പോകുന്നത്. കാരണം ഇവിടെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ, എത്ര സിറ്റുവേഷൻ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് തന്നെയാണ് ഓപ്പർച്യൂണിറ്റി. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളെ ഈ സമയം മനസ്സിലാക്കണം എന്നുള്ളതാണ്. നിങ്ങൾ വാല്യൂയോടെ നിൽക്കണം. ആ വ്യക്തി ആരാണെങ്കിലും എന്താണെങ്കിലും അതല്ല നിങ്ങൾ നോക്കാനുള്ളത്. നിങ്ങളുടെ ക്യാരക്ടർ, നിങ്ങൾ എന്താണ് അത് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ ഈ വ്യക്തിയൊക്കെ നിങ്ങളുടെ മുന്നിൽ ഡിപ്പെൻഡഡ് ആവും. നിങ്ങളുടെ ക്യാരക്ടർ നിങ്ങൾ പോസിറ്റീവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വ്യക്തി എന്നല്ല ആരും നിങ്ങളുടെ ലൈഫിൽ വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എന്താണെന്ന് ആ വ്യക്തിക്ക് വ്യക്തമായിട്ട് അറിയാം. അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അരച്ച് കലക്കി കുടിച്ചിട്ടാണ് ആ വ്യക്തി നിൽക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. കാരണം നിങ്ങളൊരു തുറന്ന പുസ്തകമായിട്ടും ചില ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. ഈവൻ അത് ഏജ് ഡിഫറൻസ് ഉണ്ടായിരിക്കാം, എല്ലാം ഉണ്ടായിരിക്കണം, എങ്കിൽ പോലും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ മേജർലി കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ആസ്വദിച്ചു, ഇല്ലെന്ന് പറയുന്നില്ല. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം നിങ്ങൾ ഒരുപാട് ആസ്വദിച്ചു. കാരണം നിങ്ങൾക്കും ഈ വ്യക്തി ഒരുപാട് ഓപ്പർച്യൂണിറ്റി തന്നെ. നിങ്ങൾ അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാത്ത കാര്യങ്ങൾ, ഇന്ന് നിങ്ങളുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തി കാലമാണ് എന്നുള്ളത് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് നെഗറ്റീവ്സും ഒരുപാട് പ്രോബ്ലംസും എന്താണ് ബിസിനസ്സിലായിരിക്കണം, കരിയറിലായിരിക്കണം, ഇത് നിങ്ങളുടെ ആരുമാകാം. പക്ഷേ എനിക്കിവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ വെച്ച് നിങ്ങൾക്ക് ഈ വ്യക്തി തന്ന ഒരു ഗ്രോത്ത്, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങൾക്ക് ഒരുപാട് ഹാപ്പിനെസ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഇത് കുറ്റം പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ. നിങ്ങൾക്ക് ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു തന്നു, നിങ്ങളെ ഹീൽ ചെയ്തു എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. കാരണം നിങ്ങളുടെ ഒരു ട്രാൻസ്ഫർമേഷൻ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് വേണ്ടി വന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളും ഒരുപാട് ആസ്വദിച്ചു എന്നുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. യെസ്, ഇതൊരു എന്താ പറയുക, ഹീലിംഗ് പ്രോസസ്സായിട്ട് വന്നൊരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. പ്രണയം എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോഴാണ് ഒരു പ്രണയത്തിൻ്റെ കാർഡ് കിട്ടിയത്. ഇവിടെ മെയിൻലി കാണാൻ പറ്റുന്ന സംഭവം എന്ന് പറയുന്നത്, ഇത് നിങ്ങളെക്കുറിച്ച് പറയുന്നൊരു സംഭവമായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഈ വ്യക്തി മനസ്സ് തന്നു ഒരു സമയത്ത്, നിങ്ങളത് അടിപൊളിയായിട്ട് സൂക്ഷിച്ചു, അതിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് അറിഞ്ഞു. ആ ഒരു സമയം, ആ ഒരു ടൈം നിങ്ങൾക്ക് അടിപൊളിയായിരുന്നു. എന്താ പറയുക, കുറച്ച് മുറിവും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ലയിച്ചു, എക്സ്പീരിയൻസ് ചെയ്തു. ബട്ട് എന്താ പറയുക, അത് പോയതിന് ശേഷം ആയിരിക്കണം നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളിലും കാര്യങ്ങളിലോട്ടും ഒക്കെ വന്നത്, നിങ്ങളുടെ ചേഞ്ചസ്, നിങ്ങളൊരു ട്രാൻസ്ഫർമേഷനിലായത്. അത് നിങ്ങളുടെ ലൈഫിൽ വരാൻ കാരണം, ഒരു റിലേഷൻഷിപ്പൊക്കെ ലൈഫിൽ വരാൻ കാരണം എന്ന് പറയുന്നത് അതൊരു എക്സ്പീരിയൻസ് ആണ്. സീരിയസ്ലി ഞാൻ എത്ര ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചിന്തിച്ച് കഴിയുമ്പോഴത്തേക്കും അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് മാത്രം നിങ്ങൾ കൂടുക. അതൊരു എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ വരണം, അങ്ങനെ മുറിവേക്കണം, അത് ലൈഫിൻ്റെ ഒരു പാത്താണ്. കാരണം അതങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ സോള് തന്നെയാണ് നിങ്ങളെ കൂടുതലും പ്രണയിക്കാനുള്ളത്. അപ്പം ഇവിടെ കാണുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആളെ സംബന്ധിച്ച് എന്താ പറയുക, ആളും ജെനുവിനാണ്, നിങ്ങളും ജെനുവിനായിട്ടാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ ആളുമായിട്ടൊരു ബന്ധപ്പെട്ട സംഭവങ്ങളൊന്നും ഇപ്പോൾ ഇവിടെ കാണുന്നില്ല. ഒരു എനർജിയോ കാര്യങ്ങളോ മറ്റ് സംഭവങ്ങളൊന്നും ഇവിടെ കിട്ടുന്നില്ല. അതായിട്ടാണ് നിങ്ങളെ സംബന്ധിച്ച് ലാസ്റ്റ് ഇവിടെ കാണാൻ പറ്റുന്നത്. പ്രണയപരമായിട്ടുള്ള അങ്ങനത്തെ ഫീലിങ്സോ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഈ സമയത്ത് അങ്ങനത്തുള്ള സംഭവങ്ങളുടെ എനർജിയൊക്കെ ലോസ്റ്റാണ്. സത്യം പറഞ്ഞാൽ ലോസ്റ്റാണ്. മനസ്സൊക്കെ തന്ന അങ്ങനത്തെ പ്രണയവും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ആ ഒരു ഫീലിങ്സിലും കാര്യങ്ങളും തന്നെയാണ് ഇപ്പോഴും നിങ്ങൾ പൊക്കിക്കൊണ്ടിരിക്കുന്നത്. ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ബട്ട് എന്താ പറയുക, ഒരു രണ്ട് ഏഞ്ചൽസ് തമ്മിലുണ്ടാവുന്ന എന്താ പറയുക, രണ്ട് ബോഡിയിൽ രണ്ട് ഏഞ്ചൽസ്, രണ്ട് സോള് കയറിയിട്ട് അവരുടെ ആഗ്രഹങ്ങൾ തീർത്ത് പോയതായിരിക്കാം മേ ബി ആ സിറ്റുവേഷൻസ്. ആ ഏഞ്ചൽസ് ഇറങ്ങി മേളിലോട്ട് പോയ സമയത്ത് നിങ്ങളായിട്ട് മാറി, ആ മനസ്സും പോയി, ആ എനർജിയും പോയി കാണുമായിരിക്കും മേ ബി. അങ്ങനെ ആയിരിക്കണം. അപ്പം ഇതൊക്കെ തന്നെയാണ്, ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. അപ്പം ഇതൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക, ഇതൊക്കെ തന്നെയാണ് ഇവിടെ കാണിക്കുന്നൊരു സിറ്റുവേഷൻ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം ഓക്കെ, എന്താ പറയുക, സെക്കൻഡ് പൈല് സംബന്ധിച്ച് എനിക്കിവിടെ പെട്ടെന്നങ്ങ് നിർത്തിയിട്ട് പോകാനുള്ളൊരു ഇത് തോന്നുന്നില്ല. കാരണം ആ ഒരു എനർജി പിന്നെയും സ്പ്രെഡ് ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും
ടൈം എൻഡ് ആയാലും എന്ത് സിറ്റുവേഷൻ ആയാലും ഒരു ഭാവിയുണ്ട്, ഒരു ഫ്യൂച്ചർ ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ടൈം എൻഡ് ആവുന്നത് അല്ല, റിട്ടേൺ റീകണക്ഷൻ റീജോയിനിങ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. കുറേ ആൾക്കാരെ സംബന്ധിച്ച് റീജോയിനിങ് കാണുന്നുണ്ട്. കാരണം അതിൻ്റെ ടൈം ഇത് തീർന്നിട്ടില്ല. അത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. അങ്ങനെയാണ്. ഓക്കെ, അപ്പം അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിന് പുറമെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്ങിനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. കോൾ ചെയ്ത് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റത്തില്ല. വാട്സപ്പിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. അപ്പം ഓക്കെ ബൈ, അടുത്ത വീഡിയോയിട്ട് കാണാം. ഓക്കെ ബൈ, ടാറ്റ, സി യു.